ഞെട്ടി നിൽക്കുന്ന റോഷനെ നോക്കി ചിരിച്ചുകൊണ്ട് ഹരി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. സ്റ്റേജിൽ അവർ 4 പേരും മാത്രമാണ്. റോഷനിയും ഹരിയും സ്വർണ്ണ നിറത്തിലുള്ള ഡ്രസ്സിട്ട് നിൽക്കുമ്പോൾ അവർക്കൊപ്പം ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ലച്ചുവും റയാൻഷും. റാണി പിങ്ക് നിറത്തിലുള്ള മനോഹരമായ സാരിയാണ് ലച്ചുവിൻ്റെ വേഷം. അതേ നിറത്തിലുള്ള കുർത്തയാണ് റിയാൻഷ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് വെളുത്ത മുണ്ടും മിതമായ മേക്കപ്പും കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടും ലച്ചു തിളങ്ങിയതുപോലെ വെട്ടിയൊതുക്കിയ മുടിയും താടിയും ആ ചുണ്ടിലെ ചിരിയുമായി റിയാൻഷും തിളങ്ങി. ഒരു സൈഡിൽ പാട്ട് നടക്കുന്നുണ്ട്. 3-4 പയ്യന്മാർന്ന സ്റ്റേജിൽ താഴെ പാടുന്നതാണ്. ഹരി കൈ കൊട്ടിക്കൊണ്ട് പാട്ട് നിർത്തിച്ചു. എല്ലാവരും ഒരുപോലെ ഹരിയെ ശ്രദ്ധിച്ചു. ലച്ചുവിനെയും റയാൻഷിനെയും നടുവിൽ നിർത്തിക്കൊണ്ട് അപ്പുറവും ഇപ്പുറവും അവരോട് ചേർന്ന് നിൽക്കുകയാണ് ഹരിയും റോഷനിയും. എന്നോട് പറഞ്ഞില്ലല്ലോ. റയാൻഷിനെയും ലച്ചുവിനെയും നോക്കി പരിഭവം പോലെ റോഷനി പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അവൾ ചുമ്മാ തമാശയ്ക്ക് പറയുമെന്ന് 2 പേർക്കും മനസ്സിലായി. ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. നിന്നെ ഞാൻ വിളിച്ചതാണ്, നീ ഫോൺ എടുത്തില്ല. നീ തിരക്കിലാകുമെന്ന് കരുതി പിന്നെ ഞാൻ വിളിച്ചില്ല. ഇവിടെ വന്ന് വലിയ സർപ്രൈസ് തരാലോന്ന് കരുതിയിട്ട്. ഹരിയാ പറഞ്ഞത്. നിന്റെ എക്സ്പ്രഷൻ അവന് കാണണമെന്ന്. അങ്ങനെ കാണിച്ചു കൊടുക്കാനല്ലേ ഞങ്ങൾ പിന്നെ പറയാതിരുന്നത്. റോഷനിയുടെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് അവൾ അവനിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറയുമ്പോൾ ലച്ചു അവർ 2 പേരെയും ചിരിയോടെ നോക്കി. പെങ്ങളെ പറഞ്ഞു മെരുക്കാൻ ആങ്ങളയ്ക്ക് മാത്രമേ കഴിയൂ, കണ്ടുപഠിച്ചു എന്നൊരു ഭാവത്തിൽ ലച്ചു ഹരിയെ നോക്കുമ്പോൾ അവൻ കേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് മൈക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ നടന്നൊന്നും അവൻ അറിയുന്നില്ല. ഹരി മൈക്കിലൊന്ന് കൊട്ടി. ആ സമയം റോഷനി റയാഷിനെ മാറ്റി ലച്ചുവിനെ മുറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ 2 കവളിലും മാറി മാറി മുത്തി. ഒത്തിരി സന്തോഷമായി. അത് പറയുമ്പോൾ റോഷനിയുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. ലച്ചു അവളുടെ കവളിൽ പതിയൊന്ന് തട്ടിക്കൊടുത്തു. ഹായ്, ഞാൻ ശ്രീഹരി. റോഷനി കെട്ടാൻ പോകുന്ന പയ്യനാണ്. എൻ്റെ പെങ്ങളെയാണ് റോഷനിയുടെ സഹോദരൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. പ്രേമിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ ആരോ ഉറക്കെ വിളിച്ച് ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അവൻ നേരെ നോക്കിയത് റോഷനിയുടെ നേരെയാണ്. റയാൻഷിൻ്റെയും ലച്ചുവിൻ്റെയും നടുക്ക് നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരിയെ നോക്കി നിൽക്കുകയാണ് അവൾ. ഇഷ്ടമുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പക്ഷേ പ്രേമിച്ച് നടന്നിട്ടൊന്നുമില്ല. നേരെ കാര്യത്തിലേക്ക് കടന്നു. ഞാൻ പറയാൻ വന്ന വിശേഷം അതല്ല. ഇന്നത്തെ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന എല്ലാവരോടും മറ്റൊരു സന്തോഷ വാർത്ത കൂടെ പറയാൻ വേണ്ടിയാണ്. അതും പറഞ്ഞിട്ട് അവൻ വീണ്ടും മുഖം ചെരിച്ചു നോക്കി. റിയാൻഷും ലച്ചും ഒരു നാണച്ചീരടെ അവനെ നോക്കി നിൽക്കുന്നുണ്ട്. ഹരി വീണ്ടും നോട്ടം മുന്നോട്ടാക്കി. അവൻ്റെ വാക്കുകൾക്ക് കാതോർത്ത് നിൽക്കുന്ന അവൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും. റിയാൻഷിനും എൻ്റെ പെങ്ങൾക്കും ഒരു കുഞ്ഞു വരാൻ പോവാണ്. ഹരി ചീറ്റോടെ പറയുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ഞെട്ടി പകച്ചു നിന്നും. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ ലച്ചുവിലേക്കും റയാൻഷിലേക്കും നീണ്ടു. റോഷനി അവിടെ നടക്കുന്ന ഹരിയുടെ അടുത്തേക്ക് വന്നു. ഹരി ആ മൈക്ക് റോഷനിയുടെ നേരെ നീട്ടി. അവളതൊരു ചീറ്റോടെ വാങ്ങി. ഇന്ന് ഞങ്ങളുടെ നിശ്ചയം എന്ന സന്തോഷത്തിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊക്കെ സന്തോഷം നൽകിയ കാര്യം ഈ വാർത്തയാണ്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നുവെന്ന കാര്യം എല്ലാവരോടും കൂടെ പറയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളപ്പോൾ തന്നെ ഞാനും എൻ്റെ വീട്ടുകാരുമൊക്കെ ഈ കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. റോഷനി പറയുമ്പോൾ ഹരി കണ്ണു വെട്ടാതെ അവളെ നോക്കി നിന്നു. അവളുടെ ചിരിയും സംസാരവും അവളുടെ ചുണ്ടിലെ ചിരിയുമൊക്കെ അവനെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന പോലെ, ആ പെണ്ണിനോട് ഒത്തിരി ഇഷ്ടം കൂടുന്നത് പോലെ. പിന്നെ കേക്ക് മുറിക്കലും കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും അങ്ങനെ ആകെ മൊത്തം തിരക്കും ബഹളവുമായി 2 വീട്ടുകാരും ലച്ചുവിനെയും റയാൻഷിനെയും പൊതിഞ്ഞപ്പോൾ ഹരിയും റോഷനിയും സ്റ്റേജിൻ്റെ പിന്നിലേക്ക് നീങ്ങി നിന്നു. ഹരി ആ കൂട്ടത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റി അടുത്ത് നിൽക്കുന്ന റോഷനിയെ നോക്കി ഒരു ചിരിയോടെ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. സന്തോഷമായില്ലേ? പിന്നെ ഒത്തിരി സന്തോഷമായി. നല്ലതല്ലേ, നമ്മൾ 4 പേർക്കും ഇടയിലേക്ക് ഒരു കുഞ്ഞും. ആലോചിച്ചിട്ട് തന്നെ എന്തൊരു സന്തോഷമാണെന്ന് അറിയോ? ഇതുകൊണ്ട് നമ്മുടെ കാര്യം എളുപ്പമായി അല്ലേ? റോഷനി ചോദിക്കുമ്പോൾ ഹരി പൂരികം ചുളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. മനസ്സിലായില്ലേ? റോഷനി ചോദിക്കുമ്പോൾ ഹരി ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു. ഇങ്ങനൊരു പൊട്ടൻ ഏട്ടത്തേക്ക് വിശേഷമുള്ളത് കൊണ്ട് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് ആരും അവിടെ അടുത്തേക്ക് വന്നു. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവർ പോയി. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ അവർ തിരക്കുകളിലേക്കും കടന്നു. എന്നിനി നമുക്ക് ഇറങ്ങിയാലോ? വല്യച്ഛൻ വന്ന് ചോദിക്കുമ്പോൾ ഹരി റോഷനിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് നിൽക്കുകയാണ് 2 പേരും. ചടങ്ങുകൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പോകണമല്ലോ. റോഷനി ഒന്നും പറഞ്ഞില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കുക മാത്രം ചെയ്തു. എന്നാ ഞങ്ങൾ ഇറങ്ങിയാലോ? ഹരി റോഷനിയെ നോക്കി ചോദിക്കുമ്പോൾ അവൾ തല കുലുക്കി കാണിച്ചു. അവളിപ്പോൾ പോവണ്ടെന്ന് പറയുമെന്ന് അവൻ കരുതി. പക്ഷെ അതുണ്ടായില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം ഹരി വണ്ടിയിൽ കയറി. പതുക്കി ഓടിക്കണം, കുണ്ടിലൊന്നും ചാടിക്കരുത്. പോകുമ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിച്ചോ. ഇവിടൊക്കെ
ഒതുക്കിയിട്ട് വൈകിട്ട് ഞാൻ വരാം. ലച്ചു ഇരിക്കുന്ന കോ ഡ്രൈവിംഗ് സീറ്റിന്റെ ഗ്ലാസ് താഴ്ത്തി റയൻഷ് പറയുമ്പോൾ ഹരി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് തല കുലുക്കി. എല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം ഹരി വണ്ടി മുന്നോട്ടെടുത്തു. റോഷ്നി ആ കാർ പോന്ന് നോക്കി പുറത്ത് നിൽക്കുന്നുണ്ട്. എന്തുപറ്റി? ആകെ ഒന്ന് ഒതുങ്ങിയ പോരെ. അവരെ യാത്രയാക്കി വരുമ്പോൾ റയൻഷ് റോഷ്നിയുടെ തോൾ കൈയിട്ട് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചോദിച്ചു. അതിന് റോഷ്നി അവനെ സങ്കടത്തോടെയാണ് ഒന്ന് നോക്കിയത്. അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്ന് അമ്മ പറഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഹരിയുടെ തർക്കിക്കരുതെന്നും പറഞ്ഞു. നമ്മൾ വീട്ടുകാർ മാത്രമാകുമ്പോഴത്തെ പോലെയല്ല, ഒത്തിരി ആളുകളുള്ളതല്ലേ, ഒരു മോശം അഭിപ്രായം പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. സങ്കടത്തോടെ റോഷ്നി പറയുമ്പോൾ റിയാൻഷ അവളെ നോക്കി. അവളെ ആദ്യം കണ്ടപ്പോൾ തന്നെ വല്ലാതെ ഒതുങ്ങി നിൽക്കുന്ന പോലെ തോന്നിയതും അതിന് പിന്നിൽ അമ്മയുടെ ഉപദേശമാകുമെന്ന് കരുതിയില്ല. സാരില്ല, എല്ലാം നല്ല ഭംഗിയിൽ നടന്നല്ലോ. പോട്ടെ, സാരില്ല, അമ്മ സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ, വൈകിട്ട് ഏട്ടൻ പോകുമ്പോൾ കൊണ്ടുപോവാം. നൈറ്റൊന്ന് കറങ്ങാനൊക്കെ പോയി ഈ സങ്കടമൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. ചിരിയുടെ റയൻഷ് പറയുമ്പോൾ റോഷ്നി അവനെ മുറുക്കെ പുണർന്നു. ഇതുവരെ ഒരു ശ്വാസം മുട്ടലായിരുന്നു, അതൊക്കെ വൈകിട്ട് തീർക്കണം, തീർത്ത് കൊടുക്കുകയും വേണം. ഓഡിറ്റോറിയത്തിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോയത്. ഒത്തിരി ക്ഷീണമുണ്ടെങ്കിലും ലച്ചു ഉറങ്ങിയില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ഏട്ടൻ പോകുമ്പോൾ വിളിച്ചില്ലെങ്കിലോ എന്ന് കരുതി കുളി കഴിഞ്ഞ് ഫോണുമായി ബെഡിലേക്ക് മറിഞ്ഞു. ഫോട്ടോസ് എല്ലാം അവളുടെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സ്റ്റാറ്റസും സ്റ്റോറിയും ഇട്ടു. ആ ഫോട്ടോ തന്നെ ഫോണിൻ്റെ വാൾപേപ്പറാക്കി. കണ്ണുകളടച്ച് നിൽക്കുന്ന റോഷ്നിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ കൊണ്ട് ചുംബിക്കുന്ന ഹരി നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ. കുറച്ചു നേരം ആ ഫോട്ടോയൊക്കെ നോക്കിയിരുന്ന ശേഷം ഹരിയുടെ ചാറ്റ് എടുത്തു. അവനും പ്രൊഫൈൽ മാറ്റിയിട്ടുണ്ട്. അവൻ റോഷ്നിയുടെ കയ്യിൽ റിംഗ് ഇടുന്ന ഒരു ഫോട്ടോയാണ്. രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ സ്റ്റാറ്റസും ഇട്ടിട്ടുണ്ട്. അതുപോലെ ലച്ചും റയാൻഷും ഒരുമിച്ച് നിന്ന് കേക്ക് മുറിക്കുന്നതും. റോഷ്നി അതിനെല്ലാം ഒരു ലൈക്കും കൊടുത്തു. മെസ്സേജ് അയക്കാനൊന്നും പോയില്ല. വൈകിട്ട് നേരിട്ട് കാണുമ്പോൾ ഞെട്ടട്ടെ കുഞ്ഞിപ്പെണ്ണേ. അവൾ അങ്ങോട്ട് അയച്ചില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് അയച്ചു. റോഷ്നിയുടെ ചുണ്ടിൽ ചിരിക്ക് മാറ്റിക്കൂടി. ഉറങ്ങിയില്ലേ ഹരിക്കുട്ടാ? റോഷ്നി ചോദിച്ച ചോദ്യത്തിന് മറുപടി അവനൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. ഹാളിൽ അവൻ്റെ ഫാമിലി മൊത്തം വരുന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ. അവിടുന്ന് വന്നിട്ട് ആരും പോയിട്ടില്ല എന്നൊരു മെസ്സേജും അതിൻ്റെ ഒപ്പം ഇട്ടു. ഇവിടെയും ആരും പോയില്ല, പക്ഷേ ഞാൻ റൂമിൽ വന്നു, എനിക്കൊന്ന് ഉറങ്ങണം, വല്ലാത്ത ക്ഷീണം. റോഷ്നി അങ്ങോട്ടും മെസ്സേജ് അയച്ചു. മറുപടി 1-2 നിമിഷം വന്നില്ല. പിന്നെ ഒരു വിട്ടു. എന്നാ കിടന്നു, രാത്രി വിളിക്കാം. ഹരി അയച്ച മെസ്സേജിന് ഒരു ഓക്കെ കൊടുത്ത ശേഷം അവൾ നെറ്റ് ഓഫാക്കി. ഇത് ഞെട്ടും, ശരിക്കും ഞെട്ടും. ബെഡിൽ നിന്നും എഴുന്നേറ്റ് മിററിൻ്റെ മുന്നിൽ ചെന്നിന്നും ശരീരത്തിൽ ഡ്രസ്സ് മാത്രമേ ഇടൂ. പിന്നെ ഹാരിയിട്ട മോതിരവും അവൻ്റെ വീട്ടിൽ നിന്ന് ഇട്ടതൊക്കെ അഴിച്ചിട്ടുണ്ട്. കഴുത്തിലും കയ്യിലുമൊക്കെ ഉണ്ടായിരുന്നത് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റഡ് കമ്മൽ മാത്രം ഇട്ട് മൂടിയൊന്ന് ഒതുക്കി കെട്ടി ഫോണെടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. ഹരിയുടെ വീട്ടുകാർ കൊണ്ടുവന്നതിൽ ഉണ്ടായിരുന്ന ഒരു പാൻറ്റും ഓപ്പൺ ടോപ്പുമാണ് അവളുടെ വേഷം. അത് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. മുഖത്ത് യാതൊരു മേക്കപ്പും ഇട്ടില്ലെങ്കിലും പതിവിലും സുന്ദരിയായിരുന്നു അവൾ. നേരത്തെ മുഖത്തുണ്ടായിരുന്ന കൺമഷി പൂർണ്ണമായും പോകാത്തതൊക്കെ അവളെ കൂടുതൽ സുന്ദരിയാക്കി. താഴേക്കിറങ്ങി വരുമ്പോൾ എല്ലാവരും ഹാളിലിരിക്കുന്നുണ്ട്. റിയാൻഷ് അച്ഛനാവാൻ പോകുന്നതിൻ്റെ ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. റോഷ്നി ഇറങ്ങി വരുന്ന കണ്ട എല്ലാവരും അവളെ നോക്കി. അവൾ ആരെയും നോക്കാതെ രുത്തൻ്റെ അടുത്തേക്കിരുന്നു. രുത്തനാണ് അവളെ അടിമുടി നോക്കി. നീ ഉറങ്ങിയില്ലേ? ഉറങ്ങിയാൽ ഞാൻ ഇവിടെ ഇരിക്കുമോ? സുഭദ്രയെ നോക്കി ദേഷ്യത്തിൽ അവൾ ചോദിച്ചു. ആ ദേഷ്യം എന്തിനാണെന്ന് അറിയാവുന്നത് കൊണ്ട് സുഭദ്ര ചിരിച്ചു. രുദ്രൻ റോഷയുടെ നേരെ ചാലിയിരുന്നു. കിച്ചുവിൻ്റെ കൂടെ പോവാൻ പ്ലാൻ ഉണ്ടല്ലേ? രുദ്രൻ ചോദിക്കുമ്പോൾ റോഷ്നി തല കുലുക്കി. പക്ഷെ നടക്കില്ല. നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവാകാൻ പോകുന്നവൻ്റെ വീട്ടിലേക്ക് വിവാഹത്തിന് മുൻപ് പോകുന്നത് ശരിയല്ല. ഇവിടെ ആരും സമ്മതിക്കില്ല. രുദ്രൻ അവളുടെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെ റോഷ്നി അവനെ നോക്കി പുച്ഛിച്ചു. അതിനെനിക്ക് ആരുടെയും സമ്മതം വേണ്ട. റോഷ്നി ആ പൂച്ചച്ചിരിയോടെ തന്നെ പറയുമ്പോൾ രുദ്രൻ അവളെ നോക്കി പേടിപ്പിച്ചു. കിച്ചുവിന് ലച്ചുവിനോട് പോവണമെന്ന് പറയാമായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ കുട്ടിക്ക് വിശേഷമുണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ പോയി കാണുന്നത് പോലെ ആയില്ലേ? അവരല്ലേ ഇങ്ങോട്ട് വരേണ്ടതും ലച്ചുവിനെ കാണേണ്ടതും. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നത് ശരിയാണോ? അപ്പച്ചിയാണ് മുത്തശ്ശിനെ നോക്കി പറഞ്ഞത്. ആ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിനപ്പുറത്തേക്കൊരു കുത്തലില്ലേ? ഉണ്ടുണ്ട്, നല്ലോണം ഉണ്ട്. റോഷ്നി അവരെ അടിമുടി ഒന്ന് നോക്കി. അപ്പച്ചി ഇപ്പോൾ റോഷ്നിയോടും കിച്ചുവിനോടും മിണ്ടില്ല. ഒരു അകൽച്ച പോലെയാണ്. അന്ന് ആ പറഞ്ഞൊന്നും പിടിച്ചു കാണില്ല. അതൊക്കെ ശരിയാണ്. എന്നാലും ആ കുട്ടിയുടെ ഒരു സഹോദരൻ ലക്ഷ്യമല്ലേ പോവേണ്ടെന്ന് എങ്ങനെ മുഖത്ത് നോക്കി പറയാം? ആ തിരക്കിനിടയിൽ ഒന്നിനും പറ്റിയില്ല. ശരിക്കും പോലെ ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല. രാത്രിയിൽ നമുക്കൊക്കെ അവിടെ വരെ പോയിട്ട് വരാം. അതൊരു സന്തോഷമല്ലേ? അതിന് നാട്ടു നടപ്പൊന്നും നോക്കണ്ട. ഇതിപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ? സുഭദ്ര ചീറ്റിയോടെ പറയുമ്പോൾ റോഷയുടെ കണ്ണ് ചുരുങ്ങി. എല്ലാവരും കൂടെ രാത്രി ലച്ചുവിനെ കാണാൻ പോവാനുള്ള പ്ലാനിങ്ങിലാണ്. പോയാൽ തൻ്റെ കാര്യം കഷ്ടത്തിലാകുമല്ലോ. ആ സമയം തന്നെയാണ്
റയൻഷ് ഡ്രസ്സ് മാറ്റി ഇറങ്ങി വന്നത്. ഞാനും കുഞ്ഞും കൂടെ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അവനെ കണ്ടതും സെറ്റിൽ നിന്നും എഴുന്നേറ്റ് കുഞ്ഞെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എല്ലാവരും ഒരുപോലെ റയൻഷിനെ നോക്കി. രുത്തിൻ്റെ കാര്യം മനസ്സിലായി. സുഭദ്ര രണ്ടു മക്കളെയും ആടിമൂടി നോക്കി. കിച്ചു, കുഞ്ഞിയുടെ വിവാഹം കഴിയുന്നത് വരെ അവളെ കൊണ്ട് ഹരിയുടെ വീട്ടിലേക്ക് പോവരുത്, അത് മോശമാണ് കേട്ടോ. സുഭദ്ര സെറ്റിൽ നിന്നും എഴുന്നേറ്റ് റയൻഷിനെ നോക്കി പറയുമ്പോൾ അവൻ അതിന് മറുപടിയൊന്നും പറയാതെ റോഷനിയെ നോക്കി. ഞങ്ങളുടെ ഏട്ടത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാം, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വരും. റോഷനി സുഭദ്രയെ നോക്കി പറയുമ്പോൾ അവർ തലയ്ക്കൊന്ന് കുലുക്കി. രാത്രി ഞങ്ങളെല്ലാവരും ലച്ചുവിനെ കാണാൻ അങ്ങോട്ട് പോയാലെന്ന് കരുതുന്നുണ്ട്. ദേവേന്ദ്രൻ പറയുമ്പോൾ അവൻ അതിനൊന്നും മിണ്ടാതെ തലയൊന്ന് കുലുക്കി പുറത്തേക്ക് നടന്നു. പിന്നാലെ റോഷനിയും ഇറങ്ങി. പോകുന്ന വഴിക്ക് ലച്ചുവിനെ കുറിച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് നല്ല സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. ഇനി അകത്തേക്ക് കയറണോ? കാർ നിർത്തിയപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് റോഷനിയോട് ചോദിച്ചു. അതിനിപ്പോൾ എന്താ, ഒരു വർഷം വരെ ഇങ്ങോട്ട് വരാതിരിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇറങ്ങും. അതും പറഞ്ഞിട്ട് അവൾ കാറിൽ നിന്നും ഇറങ്ങി വീടിനുള്ളിലേക്ക് നടന്നു. ഹരിക്കുട്ടാ, കാറിന് ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ഹരി കണ്ടത് കൈ രണ്ടും നീട്ടി അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന റോഷനിയാണ്. ഇതിപ്പോൾ എവിടുന്ന് വന്നെന്ന് പിറുപിറുക്കുമ്പോൾ പെണ്ണവൻ്റെ നെഞ്ചിലേക്ക് കൊട്ടിയിടും. ഭാഗ്യത്തിന് വന്നവരൊക്കെ പോയിട്ടുണ്ട്. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കിക്കൊണ്ട് അവളെ അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ട് അകത്തേക്ക് തിരിഞ്ഞു നടന്നു. നീ എന്തിനാ വന്നത്? അത് ചോദിക്കുമ്പോൾ ഹരി അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി നിൽക്കുന്നവളുടെ മുഖം അവൻ്റെ നേരെ മലർത്തി പിടിച്ചു. അവൾ ചുണ്ടു പിളർത്തി അവനെ നോക്കി. അവൾ ഇതല്ലല്ലോ പ്രതീക്ഷിച്ചത്. എനിക്ക് കാണാൻ തോന്നിയിട്ട് വന്നതാ. എനിക്കാകെ ഒരു സങ്കടം, ഒരിത് തോന്നിയില്ലേ? എന്ത് തോന്നിയില്ലെന്നാ പെണ്ണേ? ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി ഹരി ചോദിച്ചു. അപ്പുറത്തുനിന്ന് ആരെങ്കിലും ഇതിനെ കണ്ടല്ലേ എന്താ പറയാ? ആങ്ങളയ്ക്കും പെങ്ങൾക്കും ബുദ്ധിയില്ല. ഒരിത് തോന്നിയില്ല? ഒരു ശ്വാസം മുട്ടൽ. ഞാനും നീയും ഒറ്റയ്ക്ക് ഇത്തിരി നേരം സംസാരിച്ചില്ലല്ലോ, അതിൻ്റെ ഒരു സങ്കടം. റോഷനി പറയുമ്പോൾ അവൻ അവളുടെ നെറ്റിയിൽ പതിയൊന്ന് മുത്തി. അപ്പോഴേക്കും റയൻഷ് അകത്തേക്ക് കയറി വന്നു. കയ്യിലെ കവറുകൾ ടേബിൾ വെച്ച് അവൻ മുകളിലേക്ക് ഓടുമ്പോൾ ഹരിയും റോഷനിയും പരസ്പരം വാ പൊളിച്ചുകൊണ്ട് നോക്കി. നമ്മളെ കണ്ടില്ലേ? കണ്ടിട്ട് എന്തിനാ? റോഷനിക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവൻ തിരിഞ്ഞ് വാതിലുകളിലേക്ക് നോക്കി. റയൻഷ് വാതിൽ അടച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് നോക്കിക്കൊണ്ട് ഹരി അവളെ അടക്കി പിടിച്ചുകൊണ്ട് സെറ്റിലേക്ക് കിടന്നു. റോഷനിക്ക് മുകളിലായി അവൻ കിടന്നു. സെറ്റ് കിടക്കാനുള്ളതല്ല ഹരിക്കുട്ടാ, ഇരിക്കാനുള്ളതാ. ഹരിയുടെ മുഖത്തേക്ക് നോക്കി ചീഴ റോഷനി പറയുമ്പോൾ ഹരി പൊട്ടിച്ചീരിച്ചുകൊണ്ട് അവളെ കഴുത്തിലേക്ക് മുഖം അമർത്തി. റയൻഷ് വാതിൽ തുറന്ന് റൂമിലേക്ക് കയറുമ്പോൾ ലച്ചു കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങുകയാണ്. അവനെ കണ്ടതും ലച്ചുവിൻ്റെ കണ്ണുകൾ വിടർന്നു. വന്നോ? ഇത്ര നേരത്തെ അവനെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവളുടെ കണ്ണിൽ ഒരു ഞെട്ടലുണ്ടായിരുന്നു. നീ കുളിക്കുന്നേയുള്ളോ? വന്നിട്ട് കുറേ നേരം ആയില്ലേ? കുറച്ചു നേരം കിടന്നുറങ്ങായിരുന്നില്ലേ? അവളുടെ കയ്യിൽ ടവൽ വാങ്ങി അവളുടെ തല തുടച്ചു കൊടുത്തുകൊണ്ടാണ് അവനത് ചോദിച്ചത്. ഇതുവരെ താഴെ എല്ലാവരും ഉണ്ടായിരുന്നു കിച്ചുവേട്ടാ. അവരെല്ലാം അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ കിടക്കാൻ വരാം? വല്ലപ്പോഴുമല്ല എല്ലാവരും ഇങ്ങനെ കൂടുന്നത്, അതുകൊണ്ട് ഞാനും അവിടെ ഇരുന്നു. എല്ലാവരും ഇപ്പോൾ പോയതേ ഉള്ളൂ, പിന്നെ ഉറക്കമൊന്നും വന്നില്ല. റയൻഷ് നെഞ്ചിലേക്ക് ചാരിക്കൊണ്ട് ലച്ചു പറഞ്ഞു. ഉറങ്ങുമൊന്നും വേണ്ട, എന്നാലും ചുമ്മാ കുറച്ചു നേരം കിടക്കാം. അതിനു മുൻപ് വലതും കഴിക്കാം. നേരത്തെ ഒത്തിരി കഴിച്ചതല്ലേ, അതൊക്കെ ദഹിച്ചു കാണും. അതും പറഞ്ഞിട്ട് മുടി ഒന്നിനെ തുടച്ചുകൊണ്ട് കയ്യിലെ ടവൽ അവൻ വിരിച്ചിട്ട ശേഷം ലച്ചുവിനെ തോൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്നാൽ ലച്ചു അതിന് സമ്മതിക്കാതെ അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. എന്തേ? ലച്ചു പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്തിനാ ഇത്ര നേരത്തെ വന്നത്? ഒന്ന് ഉറങ്ങി എഴുന്നിട്ട് വന്നാൽ മതിയായിരുന്നില്ലേ? രാത്രി വന്നാലും ഞാനിവിടെ കാണില്ലേ? ഒത്തിരി ഇഷ്ടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവിടെ ഈ നേരത്തെ എല്ലാവരും കാണില്ലേ? ചിലപ്പോൾ അവരെല്ലാം ഇന്നവിടെ നിന്നിട്ട് നാളെ പോകുന്നവരാവാം. അതിൻ്റെ അവൻ ഇങ്ങോട്ട് ഓടി പാഞ്ഞു വന്നപ്പോൾ ചോദിച്ചതാണ്. അവൻ്റെ മറുപടി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട്. രാത്രി വന്നാലും നീ ഇവിടെ കാണും. പക്ഷേ എനിക്കാകെ ഒരു അസ്വസ്ഥത. ഈ സമയത്ത് നിൻ്റെ കൂടെ ഞാനല്ലേ വേണ്ടത്? നേരെ നോക്കേണ്ടത് സമയമല്ലേ? അവൻ ലച്ചുവിൻ്റെ മുഖത്ത് പറ്റിപ്പിടിച്ച നനഞ്ഞ മുടി ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് പറയുമ്പോൾ ലച്ചു അവനെ നോക്കി മനോഹരമായി ചിരിച്ചു. കാണാതിരിക്കാൻ വയ്യ, അതാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ എൻ്റെ ഏട്ടനുണ്ടല്ലോ, കുറച്ച് സമയമല്ലേ എൻ്റെ ഏട്ടൻ പൊന്നുപോലെ നോക്കും. ആ പൊട്ടനൊന്നും അറിയില്ല. ഒരു ചീറ്റയുടെ റയൻഷ് പറയുമ്പോൾ ലച്ചു അവനെ ചുണ്ടു ഉറപ്പിച്ച് നോക്കി. ഇങ്ങനെയൊന്നും പിടിച്ച് പ്രലോഭിപ്പിക്കാതെ, ഈ സമയത്തൊന്നും പാടില്ലെന്ന. വലത്തെ കൈ കൊണ്ട് ലച്ചുവിനെ കീഴ്ച്ചുണ്ട് പിടിച്ച് വലച്ചുകൊണ്ട് റയൻഷ് പറയുമ്പോൾ ലച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ താടിയൊന്ന് ചേർന്ന് ലച്ചുവിൻ്റെ ചുണ്ടുകൾ പതിയെ അവൾ അവിടെ മുത്തി. റയൻഷ് കണ്ണുകൾ അടച്ചു. രണ്ട് കൈ കണ്ടും ലച്ചുവിൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ഒന്നുകൂടെ അമർത്തി പിടിച്ചു. ഒന്നും പാടില്ലെന്നേ? ഒന്നും? ലച്ചു അവൻ്റെ താടിലും ചുണ്ടുകൾ അകത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. രണ്ടുപേരെയും നെഞ്ചിടിക്കുന്നുണ്ട്. നിശ്വാസത്തിൽ ഒരു ചെറിയ കിതപ്പ് പോലെ. വേണോ?
ചുണ്ടിൻ്റെ ചെറുതി അകത്തിക്കൊണ്ട് നിശ്വാസം പോലെ അവൻ ചോദിക്കുമ്പോൾ ലച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മൂളി. ആ നിമിഷം തന്നെ റയാൻ ലച്ചുവിനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കിടത്തി. ചെറുതായിട്ടൊക്കെ ആവാം. ഷർട്ട് അഴിച്ച് നിലത്തേക്ക് ഇട്ടുകൊണ്ട് ലച്ചുവിന് നെഞ്ചിലേക്ക് അവൻ്റെ നെഞ്ച് മുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ലച്ചു പതിയൊന്ന് പുഞ്ചിരിച്ചു. റയാൻ അവൻ്റെ മുഖം താഴേക്ക് നീക്കി അവളുടെ വയറിൽ മുത്തി. പപ്പയുടെ കുഞ്ഞിന് ബുദ്ധിമുട്ടാവാതെ പപ്പ മമ്മ എന്ന് സ്നേഹിക്കട്ടെ കേട്ടോ. പറയുന്നതിനൊപ്പം ടോപ്പ് മാറ്റി ഒന്നുകൂടെ മുത്തി. ലച്ചു ഒരു ചിരിയോടെ അവൻ്റെ തലമുടിയിൽ തഴുകി. റയാൻ ആ നിമിഷം തന്നെ മുഖമുയർത്തി ലച്ചുവിൻ്റെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകളെ മുട്ടിച്ചു കഴിഞ്ഞതും ലച്ചു രണ്ട് കൈകൊണ്ടും അവൻ്റെ തലമുടിയിൽ പിടിച്ച് അവളിലേക്ക് അമർത്തി. ചുണ്ടുകളും കടന്ന ചുമരം നാവിലേക്ക് കടക്കുമ്പോൾ റയാൻഷിൻ്റെ കൈകൾ ലച്ചുവിൻ്റെ വയറിന് മുകളിലൂടെ ഇഴഞ്ഞു തുടങ്ങി. നെഞ്ചിലായി അവൻ്റെ കൈകൾ അമർത്തപ്പോൾ ലച്ചു അവളെ വായ്ക്കകത്തുനിന്ന് അവളെ ചുണ്ടുകൾ പിന്നിലേക്ക് വലിച്ചു. എന്തേ വയ്യേ? ലച്ചുവിൻ്റെ മാറിലായി അമർന്ന കൈകൊണ്ട് നനഞ്ഞു കുതിർന്ന അവളുടെ ചുണ്ടുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. ലച്ചു ഒരു ചെറിയ കിതപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മതി, ഭാഗ്യമൊക്കെ ഡോക്ടറെ കാണിച്ച ശേഷം. അവളെ തലമുടിയിൽ പതിയെ തലോടിക്കൊണ്ട് റയൻഷ് പറയുമ്പോൾ ലച്ചു അവനെ നെഞ്ചിൽ അമർത്തി ഉമ്മ വെച്ചു. റയൻഷ് അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് അമർന്ന് കിടന്നു.